പുഴുക്കുണ്ടാക്കാനാണേ. അത് ചക്കയ്ക്ക് ഇങ്ങനെ വെട്ടി വെച്ചു. ഇനി ഇത് ആവിയിൽ വേവിക്കാൻ പോവുകയാണേ. അപ്പം ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം മതി. അങ്ങനെ നമ്മൾ വേവിക്കുകയാണ്. എന്താ വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ഇത് വേവിക്കാം. വെന്ത് കഴിഞ്ഞുള്ള കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ചക്ക വെന്തിട്ടില്ല. പാതി വേവായപ്പോഴത്തേക്കും ഉപ്പിടുന്നത് പാതി വേവാകുമ്പോഴാണ്. എന്നിട്ട് ഉപ്പിട്ട് ഇളക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇത് മൂടി വെച്ച് വീണ്ടും വേവിക്കും. ചക്കപ്പുഴുക്ക് വെക്കാൻ വേണ്ടി തേങ്ങ, കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, വേപ്പില, മുളക് പൊടി ഇതെല്ലാം കൂടി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. നമുക്ക് കല്ലിലിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തേക്കണേ. അതല്ല ഇതിൽ നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നിങ്ങൾ ഉചിതം പോലെ. എല്ലാം കൂടി പീര് ഒതുക്കി വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വേവുമ്പോഴത്തേക്കും അതിലോട്ട് ഇത് മിക്സ് ചെയ്യണം. അങ്ങനെ ചക്കയും ചക്കക്കുരുവും ഒക്കെ വെന്തിരിക്കുകയാണ്. നമ്മൾ അരപ്പ് ചേർത്തു. അരപ്പ് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അങ്ങനെ അരപ്പെല്ലാം അതിലോട്ടിട്ടു. അടുപ്പത്ത് തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് തീയുണ്ട്. മിക്സ് ചെയ്യാണ്. എൻ്റെ മമ്മിയാണ് ഇതെല്ലാം ചെയ്യണത്. അങ്ങനെ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് നേരം നമ്മളൊന്നും കൂടി ആവിയിൽ വെക്കും. അതിനുശേഷം എല്ലാം കൂടി സെറ്റ് ചെയ്യുകയാണ്, കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്ലേറ്റിലോട്ടിട്ട് ഇതാണ് നല്ല ചൂടേറിയ ചക്കപ്പുഴുക്ക്.